പേർവിഷൻ അരിയറിൻ്റെ ആദ്യ ഗഡു എല്ലാവരും തന്നെ എൻകാഷ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. പേർവിഷൻ അരിയറുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് ചെയ്ത രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യ ഗഡുവിൻ്റെ എൻകാഷ്മെന്റിന് ശേഷമാണ് രണ്ടാം ഗഡു ബിൽ സമർപ്പിക്കേണ്ടതെന്നാണ്. ഇവിടെ ഒന്നാം ഗഡു പാസ്സായ ഒരു ഓഫീസിലെ ജീവനക്കാരുടെ രണ്ടാം ഗഡു എങ്ങനെയാണ് PF ക്രെഡിറ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ രണ്ടാം ഗഡു നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമേ പറയട്ടെ. കാരണം നമ്മൾ ആദ്യം പ്രോസസ്സ് ചെയ്തത് തന്നെ 1, 2, 3, 4 ഇൻസ്റ്റാൾമെന്റുകൾ ചേർന്ന ആകെ തുകയുടെ ബില്ലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രോസസ്സിംഗ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ മേക്ക് ബിൽ മാത്രം ചെയ്താൽ മതിയാകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോസസ്സിംഗ് ഇല്ല, പ്രോസസ്സിംഗ് ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾ മേക്ക് ബില്ല് ചെയ്യാൻ പോവുകയാണ്. അക്കൗണ്ട്സിൽ ചെല്ലുക, ബിൽസിൽ മേക്ക് ബിൽ ഫ്രം പേറോൾ. ഇവിടെ ഓഫീസ്, ഡിപ്പാർട്ട്മെന്റ്, DDO കോഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബിൽ നേച്ചറാണ് സെലക്ട് ചെയ്യേണ്ടത്. ബിൽ നേച്ചർ നമുക്കറിയാം, പേർവിഷൻ അരിയർ 2019 സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ബില്ല് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ബില്ല് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളൊരു ബില്ല് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ഹെഡ് ഓഫ് അക്കൗണ്ട് കറക്റ്റാണ്. ഇനി നമ്മൾ മേക്ക് ബില്ല് കൊടുക്കുന്നു. ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ കൊടുത്തു. പേ ബിൽ ഹാസ് ബീൻ പ്രിപ്പയർഡ് വിത്ത് ബിൽ നമ്പർ. ഓക്കെ കൊടുത്തു. ഇവിടെ നമുക്ക് എല്ലാ ഷെഡ്യൂളും കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ നിന്നല്ല ഷെഡ്യൂൾ എടുക്കുന്നത്. നമ്മൾ PF അരിയർ ഇവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മൾ നേരെ PF അരിയറിൻ്റെ ഷെഡ്യൂൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാം ഗഡുവിൻ്റെ ഷെഡ്യൂൾസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സാലറി മാറ്റേഴ്സ്, 11th പേർവിഷൻ അരിയർ ബില്ല്. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്രോസസ്ഡ് ഇയർ നോക്കുക, 2025 നമ്മൾ പ്രോസസ്സ് ചെയ്തത്. പ്രോസസ്സ് ചെയ്ത മന്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോസസ്സ് ചെയ്ത മന്താണ് ചോദിക്കുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ മേക്ക് ബില്ല് ചെയ്ത മന്തല്ല. നമ്മൾ പ്രോസസ്സ് ചെയ്തത് ഒരു പ്രാവശ്യമേ പ്രോസസ്സ് ചെയ്തിട്ടുള്ളൂ. അത് ഏത് മാസമാണെന്ന് നോക്കുക. ഏപ്രിലാണ് പ്രോസസ്സ് ചെയ്തതെങ്കിൽ ഏപ്രിൽ തന്നെ നോക്കുക. അല്ലാതെ നമ്മൾ മേക്ക് ബില്ല്, രണ്ടാം ഗഡുവിൻ്റെ മേക്ക് ബില്ല് ചെയ്തത് ഈ മാസമാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല. ഇവിടെ ഉണ്ടാകും ഒരു ബില്ല് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് കാണും ഈ മാസം, ബാക്കി ഒന്നും തന്നെ ഇവിടെ കാണില്ല. ഈ ബില്ല് ഞാൻ ഈ മാസം ചെയ്തതാണ്, അതുകൊണ്ടാണ് ഈ മാസം ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ മറ്റു ബില്ലുകളെല്ലാം നമ്മൾ കഴിഞ്ഞ മാസമാണ് ചെയ്തതെങ്കിൽ ആ മാസം സെലക്ട് ചെയ്യുക. ഏപ്രിൽ സെലക്ട് ചെയ്തു. എല്ലാ ബില്ലുകളും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം തന്നെ ഇത് പ്രോസസ്സ് ചെയ്തതാണ്, അതുകൊണ്ടാണ്. കാരണം ഒരു പ്രാവശ്യമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഇതിലൊരു ബില്ല് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ബില്ല് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇന്നർ ബില്ല് ഇവിടെ ഉണ്ട്. ആ ഔട്ടർ ബില്ല് ഒന്നാം ഗഡുവിൻ്റെ ഇവിടെ ഉണ്ട്. അരിയർ PF ഷെഡ്യൂൾ ഒന്നാം ഗഡു, എല്ലാം ഒന്നാം ഗഡു കൊണ്ട് ഇതാ ഇവിടെ നോക്കുക. ഔട്ടർ ബില്ല് ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2 ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതാണ് ഔട്ടർ. ഈ ഔട്ടറിൻ്റെ ഇന്നർ ഏതാണ്? ഈ പഴയ ഇന്നർ തന്നെയാണ്. കാരണം ആ ഇന്നറിൽ എല്ലാ എമൗണ്ടും കൂടി ചേർന്നുള്ള ഒറ്റ തുകയാണ് വന്നിരിക്കുന്നത്. 4 ഗഡുവിലും കൂടി കിട്ടേണ്ടത് എത്രയാണെന്നാണ് ആ ഇന്നർ ബില്ലുള്ളത്. അതുകൊണ്ട് ഇന്നർ ബില്ല് അത് തന്നെ എടുക്കുക. അതിൻ്റെ ഔട്ടറായി ഈ ഔട്ടർ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2. അതുപോലെ തന്നെ വീണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2 ഏതാണുള്ളത്? ഷെഡ്യൂൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2. നമ്മൾ നേരത്തെ വെച്ചല്ലോ ഒരു ഷെഡ്യൂൾ, അതിൻ്റെ 2 ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ ഉണ്ട്. NBA ഷെഡ്യൂളിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2 ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഫോർ TSP അത് നമ്മൾ വയ്ക്കുന്നില്ല. അരിയർ PF ഷെഡ്യൂൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ 2. അപ്പോൾ ഇത് മൂന്നും കൂടി, അതായത് രണ്ടാം ഗഡുവിൻ്റെ ഔട്ടറും PF ഷെഡ്യൂളും NBS ഉണ്ടെങ്കിൽ NBSഉം ഒരു ഇന്നറും, അങ്ങനെ ഈ 4 ഷെഡ്യൂളും ആദ്യ ബില്ലിൻ്റെ ഇന്നറും കൂടി ചേർത്താണ് നമ്മൾ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മേക്ക് ബില്ല് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നു, ഇത് പ്രിൻ്റ് എടുക്കുന്നു. അതിനുശേഷം DDOയുടെ ലോഗിനിൽ കയറി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രിൻ്റ് എടുത്ത ബില്ലുകൾ നമ്മൾ ട്രഷറിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രണ്ടാം ഗഡു PR അരിയർ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ട്രഷറിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സംശയമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇനി ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.